സ്വഭാവമാണോ നമുക്ക് വേണ്ടത്? ഈ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം. ആരാ പറഞ്ഞു തരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ. പെങ്ങളെ നല്ലതുപോലെ കേൾക്കണേ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചത് പാവപ്പെട്ടവനായ അലിയാര് തങ്ങളാണ്. പടച്ചവനെ, ഒരു ദിവസം അതാ അലിയാര് നിങ്ങൾ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് രാത്രിയിൽ കടന്നു വരുമ്പോ ഫാത്തിമയുടെ മുഖമങ്ങ് വാടിയിരിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്ത് വല്ലാത്ത സങ്കടം. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തു പറ്റി ഫാത്തിമ, നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ? ഫാത്തിമ പറഞ്ഞു, ഒന്നുമില്ല. എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. അവസാനം അലിയാര് തങ്ങള് ഫാത്തിമ ബീവിയുടെ അടുത്ത് വന്നിരിക്കുമ്പോ കയ്യിലൊന്ന് പിടിക്കുകയാ. സുബ്ഹാനല്ലാഹ്, കയ്യിൽ പിടിക്കുമ്പോ ഫാത്തിമ നിലവിളിച്ചുകൊണ്ട് കൈവലിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലൊന്ന് പിടിച്ചപ്പോ ഫാത്തിമ ബീബി കരയാൻ തുടങ്ങി. അലിയാര് തങ്ങൾ നോക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടിയിരിക്കുകയാ. കല്ലുകൊണ്ട് കല്ല് പിടിച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്തിട്ട്, വീട്ടു ജോലി ചെയ്തിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അലിയാര് തങ്ങൾ പാവപ്പെട്ടവനാ. അവിടുത്തെ കഷ്ടപ്പാട് എന്തെന്നറിയോ? അലിയാര് തങ്ങൾ ഗോതമ്പ് മേടിച്ചു കൊണ്ടുവന്ന് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കും. ഫാത്തിമ ബീവി അത് ആട്ടുകല്ലിൽ പൊടിച്ചിട്ട് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കും. അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാ ആ കുടുംബം കഴിയുന്നത്. അവിടെ വല്ലാത്ത ജോലിയാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജ് ഉസ്താദെ, കല്ല് പിടിച്ച കൈ പൊട്ടുവോ? പൊട്ടും പെങ്ങളെ. ഫാത്തിമ ബീവിയുടെ തിരക്കും ഫാത്തിമ ബീവിയുടെ കഷ്ടപ്പാടും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതിന് ഫാത്തിമ ബീവിയുടെ ജീവിത ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് ആൺകുട്ടികളുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകൾക്ക്. ഈ ഹസനും ഹുസൈനും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസം. രണ്ടു മക്കളും തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ മക്കളെ എങ്ങനെയാണ് ഫാത്തിമ ബീവി ഉറക്കുന്നതെന്നറിയോ? 2 മക്കളെ തൊട്ടിലിൽ കിടത്തിയിട്ട് ഫാത്തിമ ബീവി ഒരു കയറിന്റെ ഒരു ഭാഗം ആ തൊട്ടിലിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. മറുഭാഗം തന്റെ കാലിൽ കെട്ടിയിട്ടിട്ടുണ്ട്. തന്റെ പൊന്നാര മക്കള് കരയുമ്പോ ഫാത്തിമ ബീവിക്ക് എഴുന്നേറ്റ് പോയി തന്റെ മക്കളെ ആട്ടി അവരുടെ കരച്ചിൽ മാറ്റാൻ പറ്റാത്തത് കാരണം തന്റെ കാലുകൊണ്ടിങ്ങനെ ആട്ടിയാണ് തന്റെ മക്കളെ പോലും ഉറക്കിയത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അത്രത്തോളം കഷ്ടപ്പാട്, അത്രത്തോളം പ്രയാസം. ഫാത്തിമയുടെ സങ്കടം, ഫാത്തിമയുടെ അവസ്ഥ കണ്ടപ്പോ അലിയാര് തങ്ങൾക്കും വല്ലാത്ത സങ്കടമായി. അങ്ങനെ രണ്ടുപേരും കൂടെ രാത്രിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. രണ്ടുപേരും രാത്രിയിൽ ഇങ്ങനെ കിടക്കുന്നു, ഉറക്കം വരുന്നില്ല. അപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറഞ്ഞു, ഫാത്തിമ, ഫാത്തിമ, നിന്റെ പ്രയാസം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. നിന്റെ പ്രയാസം മാറാൻ ചെവിയിലടിക്കല്ലേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയോട് പറയുന്നു, ഞാൻ പറഞ്ഞു തരാം ഒരു വഴി. അലിയാര് തങ്ങൾ പറയുമ്പോ ഫാത്തിമ ചോദിച്ചു, എന്താണ് അലിയെ? ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഫാത്തിമയോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, നീ നാളെ നിന്റെ വാപ്പാനെ കാണാൻ പോകണം. നീ നിന്റെ ഉപ്പാനെ നാളെ കാണാൻ പോകണം. എന്നിട്ട് നിന്റെ സങ്കടമെല്ലാം പറയണം. ഈ കൈ കാണിച്ചു കൊടുക്കണം വാപ്പാനോട്. എന്നിട്ട് നിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്, പരാതി എന്താണ്, നിന്റെ പ്രയാസങ്ങളെ കുറിച്ച് നിന്റെ വാപ്പയോട് നീ പറയണം. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നീ ഉപ്പാനോട് ചോദിക്കണം, ഉപ്പാ, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, ഒരെണ്ണത്തെ എനിക്ക് താ വാപ്പ. ഒരടിമ എനിക്കിതാ. ഒരടിമ എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഹായമായി. ഫാത്തിമ, നിന്റെ കഷ്ടപ്പാട് മാറും, നിന്റെ പ്രയാസം മാറും, നിനക്ക് സഹായത്തിന് ഒരാളെ കിട്ടുമല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ചിന്തിച്ചു, പടച്ചവനെ, അലിയാര് തങ്ങൾ പറഞ്ഞത് ശരിയാ. പാപ്പാടെ കയ്യിൽ ഒരുപാട് അടിമയുണ്ട്, ഒരാളെ കിട്ടിയാൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ തീരുമല്ലോ. അങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ജോലിയെല്ലാം കഴിഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, നീ നിന്റെ ഉപ്പാന്റെ അടുക്കലേക്ക് പോ. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വലിയ പ്രതീക്ഷയോടുകൂടി തന്റെ പിതാവിനെ കാണാൻ നബി തങ്ങളുടെ വീട്ടിലേക്ക് പോകുകയാണ്.
ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പിതാവിനെ കാണാ ഫാത്തിമ അവിടെ നിന്ന് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലില്ല. നബി തങ്ങൾ അന്ന് നേരം വെളുത്തപ്പോഴേ ഒരു യാത്ര പോയി. ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടമായി. വാപ്പയെ കാണാതെ വന്നപ്പോ വല്ലാത്ത സങ്കടമായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കൈ കാണിച്ചു കൊടുക്കുകയാണ്. തന്റെ സങ്കടം പറയുകയാണ്. ഉമ്മ വല്ലാത്ത കഷ്ടപ്പാടാ ഉമ്മ, വല്ലാത്ത ജോലിയാ ഉമ്മ, എന്റെ കൈ കണ്ടോ ഉമ്മ, ജോലി ചെയ്തിട്ട് കല്ല് പിടിച്ചിട്ട് എന്റെ കൈ പൊട്ടിയിരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന നബി തങ്ങളുടെ പൊന്നാര മകള് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ ചരിത്രം മുഴുവനും പറയുകയാണ്. ഉമ്മ വാപ്പ വരുമ്പോ പറയണ്, എനിക്കൊരടിമയെ വേണം, എനിക്കൊരടിമയെ വേണം. ഉമ്മ പറയണം, എനിക്ക് തന്നേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് ഫാത്തിമ ബീബി ആയിഷ ഉമ്മയോട് പറയുകയാണ്. ആയിഷ ബീബി സമാധാനിപ്പിക്കുകയാ, ഞാൻ ഉപ്പ വരുമ്പോ പറയാ. ഫാത്തിമ നീ സമാധാനത്തോടെ പോ, അല്ലാഹുവിന്റെ റസൂൽ വരുമ്പോ ഞാൻ പറയാ നിന്റെ കാര്യങ്ങള്. അങ്ങനെ ഫാത്തിമ ബീബിയെ തിരിച്ചു പറഞ്ഞു വിട്ടു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകനെന്ന് പാതിരാത്രിയാണ് കടന്നു വരുന്നത്. ഒരുപാട് താമസിച്ചാണ് നബിതങ്ങൾ വന്നത്. അന്ന് താമസിച്ചാണ് നബിതങ്ങൾ വന്നത്. ക്ഷീണത്തോടെ നബിതങ്ങൾ വീടിനകത്ത് കയറി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കിടക്കാൻ പോകുമ്പോ ആയിഷ ബീബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, പൊന്നുമോള് ഫാത്തിമ വന്നിരുന്നു നബിയേ. കൈ രണ്ടും പൊട്ടിയിരിക്കുകയാണ്. വല്ലാത്ത ബേജാറിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ്. അടിമയെ വേണമെന്ന് പറയുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബീവി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങളുടെ മുഖം പാടിയടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് പാടുകയാണ്. നബി തങ്ങൾ ആ രാത്രിയിൽ എഴുന്നേറ്റു. എനിക്ക് എന്റെ മകളെ കാണണം, എനിക്ക് എന്റെ ഫാത്തിമയെ കാണണം. അല്ലാഹുവിന്റെ റസൂലിനോട് അലിയാര് അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പറഞ്ഞു, നബിയേ രാത്രിയായി നബിയേ, രാവിലെ പോകാൻ നബിയേ, സുബഹി കഴിഞ്ഞു പോകാൻ നബിയേ. നബി തങ്ങൾ പറഞ്ഞു, ഇല്ല എനിക്ക് എന്റെ ഫാത്തിമയെ കാണണം. ആ പാതിരാത്രിയിൽ തന്നെ നബി തങ്ങൾ ഇറങ്ങിയടോ. ആ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന നബി തങ്ങൾ ആ രാത്രിയിൽ തന്നെ പൊന്നാര മകളെ കാണാൻ ഇറങ്ങി. ഫാത്തിമ ബീബിയുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് സലാം പറഞ്ഞു. അവിടെ നിന്ന് സലാം അടക്കി നബി തങ്ങൾ വീടിനകത്തേക്ക് കടന്നു ചെന്നു. അലിയാരി തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ചാടി എഴുന്നേക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇരിക്കലിയേ, ഇരിക്കു ഫാത്തിമ. രണ്ടുപേരെയും നബി തങ്ങൾ പിടിച്ചിരുത്തി. രണ്ടുപേരുടെ ഇടയിലിരുന്നു. ഫാത്തിമ എന്ന കരളിന്റെ കഷ്ടമായ പൊന്നുമകളുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെൺമക്കളുള്ള പിതാക്കന്മാര് പഠിക്കേണ്ട ചരിത്രമാണ്. ഒരു വാപ്പ ആരാകണമെന്നറിയോ? ഒരു വാപ്പ ആരാകണമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എടുത്തു ചാടാൻ പാടില്ല, പടച്ചവനെ വാശി കാണിക്കാൻ പാടില്ല. അതാ സമാധാനത്തോടെ വേണം ഒരു വാപ്പ പെരുമാറാറ്. അല്ലാഹുവിന്റെ പ്രവാചകന് കൈപൊട്ടികെട്ട് സങ്കടം പറഞ്ഞ് വീട്ടിൽ വന്ന് പരാതി പറഞ്ഞ ആ പൊന്നാര മകളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പിതാവ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, ഫാത്തിമ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? പടച്ചവനെ, കഷ്ടപ്പാട് കാരണം കൈപൊട്ടികെട്ട് സങ്കടം പറഞ്ഞ പൊന്നുമകളോട് രാത്രിയിൽ നബി തങ്ങളെന്ന് പറയുന്ന പിതാവ് ചോദിച്ച ചോദ്യമാണ്, ഫാത്തിമ,
ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? ഒരു വാപ്പയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാകണം. എന്റെ ഉപ്പമാരോട് പറയുകയാണ്, നിന്റെ വീട്ടിനകത്തുള്ള സൗകര്യം പോലെ മരുമകന്റെ വീട്ടിലുണ്ടാകണമെന്നില്ല, സമ്പത്തുണ്ടാകണമെന്നില്ല. അവിടെ കഷ്ടപ്പാടായിരിക്കാം, അവിടെ ദുരിതമായിരിക്കാം, പടച്ചവനെ പ്രയാസമായിരിക്കാം, അവിടെ വല്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥ വരാ. നിന്റെ പൊന്നാര മകള് നിന്നോടൊരു സങ്കടം പറയുമ്പോ നീ ആരെ പോലെയാകണമെന്നറിയോ? നിബിതങ്ങളെ പോലെയാകണം ചെറുപ്പക്കാരാ. എന്റെ ഉപ്പമാരോട് പറയുകയാണ്, ഇന്ന് കുടുംബജീവിതം തകരുകയാണടോ. എത്രയോ മക്കള് തീമാവുകയാണ്, പെണ്ണുങ്ങൾ വിധവയാവുകയാണ്. പടച്ചവനെ എന്ന് തലാക്ക് പറയാ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കാണിക്കുന്നതാണ് സ്നേഹമെന്ന്. മരുമകന്റെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് മകള് പറയുകയാണ്, വയ്യ ഉപ്പാ, സങ്കടമാ, കഷ്ടപ്പാടാ. പിതാവ് പറയുന്ന ഒരു വണ്ടി വിളിച്ചു വന്നേക്കുമോള്, ഇല്ലെങ്കിൽ ഉപ്പ ഒരു വണ്ടി പറഞ്ഞു വിടാ, നീ റെഡിയായി നിൽക്ക്. പടച്ചവനെ, അതാ ഇന്നത്തെ കുടുംബജീവിതം ഇങ്ങനെയായി പോകുന്നടോ. അതാ വാപ്പയക്കാല് പടച്ചവനെ ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കുടുംബക്കാര് സമ്മതിക്കാത്ത കാലമാ. നബിതങ്ങൾ എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകള് കല്ല് പിടിച്ചിട്ട് കൈപൊട്ടിയത് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ നബിതങ്ങൾ ചോദിച്ചത്, മോളെ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്ത അല്ല തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയോ? ഇതാ വാപ്പ. നമ്മളെന്ത് പറയും? വണ്ടി വന്നേക്കും, ഒന്നുകിൽ നീ തന്നെ വിളിച്ചു വാ, ഒന്നുകിൽ നീ തന്നെ വണ്ടി വിളിച്ചു വാ, ഇല്ലെങ്കിൽ റെഡി ആയിക്കോ, വണ്ടി വരും, വാരി കെട്ടിക്കോ, പോയേക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ പെണ്ണുങ്ങൾ വിധവകളായി പോകുന്നു, എത്രയോ കുട്ടികൾ യതീമായി പോകുന്നു. ഒരു പ്രശ്നവുമില്ല. നമുക്ക് വാശിയാ. എടോ, ഭാര്യയും ഭർത്താവും കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയമേ ഏത് ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിലുള്ളൂ. ഒരു 10 മിനിറ്റ് മനസ്സ് തുറന്ന് സംസാരിച്ച തീരുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പാപ്പ പറയും, ഇനി വിളിച്ചാ ഫോൺ എടുക്കണ്ട കേട്ടോ, ഓഫാക്കി വെച്ചേരെ. ഉമ്മ പറയാ വാശിയ. പയ്യനെക്കാളും വാശി പയ്യന്റെ ഉമ്മയ്ക്ക്. അതാ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അപ്പുറത്ത് നേരെ തിരിച്ചു, വല്ലാത്ത വാശി. എടോ, ഇന്ന് ബന്ധമൊഴിയുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. സോപ്പ് കാരണം കല്യാണ ബന്ധം മുടങ്ങിയവരില്ലേ? ഒരു സാരി കാരണം കല്യാണ ബന്ധം മുടങ്ങിയവരില്ലേ? എന്നാലോചിക്കേ. ഒരു പെണ്ണ് കുളിക്കാൻ പോകുന്ന സമയത്ത് എല്ലാ ദിവസവും സ്വന്തമായിട്ട് സോപ്പുമായിട്ട് കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞു ആ സോപ്പ് തിരിച്ചു കൊണ്ടുവന്ന് റൂമിൽ വെക്കും, നാളെ പോകുമ്പോ കൊണ്ടുപോകും. അതാ പെണ്ണ് അങ്ങനെയാണ് വളർന്നത്. അപ്പൊ സ്ഥിരമായി ഇങ്ങനെ സോപ്പ് കൊണ്ടുപോയി ഒരു ദിവസം ഭർത്താവിന്റെ സഹോദരി നോക്കുമ്പോ ഈ പെണ്ണ് സോപ്പുമായിട്ട് കുളിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താ? ഞാനിത് റൂമിൽ കൊണ്ടുവെക്കാൻ പോകുകയാ. അപ്പൊ ഓള് ചോദിച്ചു, ഇവിടെ എന്താ വല്ലവർക്കും പകരുന്ന രോഗം വല്ലതും ഉണ്ടോ? തുടങ്ങി. ആ ഒരു സോപ്പ് കാരണം ആ ഭാര്യയും ഭർത്താവും പിരിയേണ്ടി വന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഇന്നത്തെ കാരണങ്ങൾ. എനിക്കറിയുന്നൊരു പയ്യൻ തന്നെ, ഞാൻ ചോദിച്ചു, കല്യാണത്തിന് വിളിച്ചു, പോകാൻ പറ്റിയില്ല എനിക്ക്. ഒരു മാസം കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല, എന്തോ തിരക്കൊക്കെ ആയിപ്പോയി. എങ്ങനെയുണ്ടടാ ജീവിതമൊക്കെ? ഭാര്യ എന്തേ? അവള് പോയി ഉസ്താദേ. അവൻ പറയുന്നു ഓള് പോയെന്ന്. ഞാൻ ചോദിച്ചു, എന്തേ? ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, അതിന്റെ പേരിൽ ഓള് പോയെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാണോ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്? നിസ്സാര കാര്യങ്ങൾ. ഇന്ന് ആരും അതൊന്നും പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല. സാധാരണ മസ്ലഹത്തിനൊന്നും ഞാൻ പങ്കെടുക്കാത്ത ആളാ. അങ്ങനെ ഇരിക്കുമ്പോൾ യാദർശികമായി ഒരു ദിവസം പള്ളിയില്, ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ യാദർശികമായിട്ട് എനിക്ക് വെള്ളിയാഴ്ച ദിവസം ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ 40 പേരുണ്ട്. 2 കുടുംബത്തിൽ നിന്ന് വക്കീലുണ്ട്, അഡ്വക്കേറ്റിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങാനും പേപ്പർ ഒപ്പിടാനും. അങ്ങനെ വലിയ എല്ലാവരും കൂടെ കമ്മിറ്റി ഓഫീസിനകത്തിരുന്നിട്ട് വലിയ ബഹളം. അപ്പൊ ഞാനിങ്ങനെ മിണ്ടാതെ ഇരുന്നു. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താദിനൊന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞു, എനിക്കെന്നാ പറയാനാ, ഞാനെന്ത് പറയാനാ? എനിക്ക് നിങ്ങളോട് ആരോടും എനിക്ക് സംസാരിക്കണ്ട, ഈ പയ്യനോടും പെണ്ണിനോടും എനിക്കൊന്ന് സംസാരിക്കണം. ഉടനെ പെണ്ണിന്റെ വാപ്പ പറയാ, ചർച്ചയെല്ലാം കഴിഞ്ഞതാ, ഇനി ഒരു ചർച്ചയില്ലെന്ന്. സംസാരമെല്ലാം കഴിഞ്ഞു, ഇനി എന്തിനാ സംസാരം? എല്ലാം കഴിഞ്ഞു. അപ്പൊ പയ്യന്റെ വീട്ടുകാർ പറഞ്ഞു, എന്താ ഇമാമ സംസാരിച്ച? എന്താ ഇമാമ സംസാരിക്കട്ടെ. അങ്ങനെ എനിക്ക് വേണ്ടി പിന്നെ വഴക്കായി. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ 10 മിനിറ്റ് സംസാരിക്കാൻ തന്നു. രണ്ടിനെയും കൂടെ വിളിച്ചോണ്ട് മദ്രസയുടെ മുകളിൽ പോയി. 2 പേരോടും ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? സുബ്ഹാനല്ലാഹ്, ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എങ്ങാതി എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു.
എന്റെ റഹ്മാനായ അള്ളാഹ് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് തുടങ്ങി. ബദർ, ഉഹദ്, ഹന്തക്കൊക്കെ അവിടെ നടന്നടോ. മുമ്പിൽ ഇരിക്കുന്നത് ഒരു ഉസ്താദാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഭാര്യയും ഭർത്താവും കൂടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് മുഴുവനും വെളിയിലേക്ക് ഇറക്കി വെച്ചു. അവസാനം ഒരുപാട് ചർച്ചകൾ, രണ്ടുപേരും എല്ലാം പറഞ്ഞ് ക്ഷീണിച്ചു. ഇത്തിരി വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടുപേർക്കും പോട്ടെ, കഴിഞ്ഞതൊക്കെ പോകട്ടെ, ഒന്ന് ജീവിച്ചുകൂടെ? ഇവളുടെ കൂടെയോ? ഇവളുടെ കൂടെ ഉസ്താദെ? ഞാൻ ഒരിക്കലില്ല ഇവളുടെ കൂടെ. അങ്ങനെ അവസാനം രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചു. ഞാൻ അവസാനം പറഞ്ഞു, എന്തായാലും നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. നിങ്ങൾ താഴെ ഇറങ്ങിച്ചെന്ന് പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടും രണ്ടായി. അതുകൊണ്ട് ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാകും, പോട്ടെ, പൊരുത്തമൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പൊരുത്തമൊക്കെ ചോദിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ വാതിലടച്ചു പുറത്തിറങ്ങി. മദ്രസയുടെ വാതിലും കണ്ട് ചാരിയിട്ട് പുറത്തിറങ്ങി. പടച്ചോനെ, 5 മിനിറ്റ് കഴിഞ്ഞു, രണ്ടെണ്ണത്തിനെയും കാണുന്നില്ലടോ. എനിക്ക് ബേജാറായി. താഴെ ഒരടിക്കുള്ള ആളിരിക്കുന്നുണ്ട്, വിളിച്ചോണ്ട് വന്നതല്ലേ, വല്ലാത്ത ടെൻഷൻ. അവസാനം ഇവരിറങ്ങി വരുന്നില്ല. അവസാനം ഞാൻ റൂം തുറന്നിട്ട് അകത്തോട്ട് കയറുമ്പോൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നുണ്ട്. ഇല്ല ഉസ്താദെ, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം. ഞാൻ അവരോട് പറഞ്ഞ ഒരു ഉപദേശം, ഈ പുറകിലൂടെ കാണുന്ന വഴി കൂടെ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്ത് താമസിക്ക്, വീട്ടിൽ പോകരുത്. എടോ, ഇന്നത്തെ സംഭവം ഞാൻ പറഞ്ഞു, ഇതൊരു യാഥാർത്ഥികമാണ് ഞാൻ പറയുന്നത്. നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം എന്തെല്ലാം വഴികൾ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെ ഒരുമിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ഒരുമിപ്പിക്കേണ്ടതിന് പകരം നമ്മുടെ വാശിയും ഈഗോയും നമ്മൾ തീർക്കുന്നത് ആ ബന്ധത്തിലാണ്. എന്നാൽ നബിതങ്ങൾ ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, വാപ്പയ്ക്കൊരു സ്ഥാനമുണ്ട്. ഉമ്മ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നിന്റെ കഷ്ടപ്പാടും നീ ജീവിച്ച ചുറ്റുപാടും നീ അതെല്ലാം നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പിതാവിന്റെ ജോലി എന്താ, ശമ്പളം എന്താ, എങ്ങനെയാ വളർത്തുന്നത്, പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന മകൾക്ക് പറഞ്ഞു കൊടുത്തു, ഭക്ഷണം വെച്ച, തുണി കഴുകിയ, വീട് തൂത്ത, എല്ലാത്തിനും അള്ളാഹു തരുന്ന പ്രതിഫലം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിഫലം പറയുകയാ. ഫാത്തിമ, ഭക്ഷണം വെച്ചാൽ ഇന്ന പ്രതിഫലമാണ്, വീട് തൂത്താൽ ഇന്ന പ്രതിഫലമാണ്, വസ്ത്രം കഴുകിയാൽ ഇന്ന പ്രതിഫലമാണ്. പൊന്നാര മകളോട് നബി തങ്ങൾ ഓരോന്നും അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനം ചോദിച്ചു, ഫാത്തിമ, ഒരടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ, ഒരടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ, ഒരടിമയെ ലഭിക്കുന്നതിനേക്കാ നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരാ. നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്താ വാപ്പാ, എന്താ വാപ്പാ? അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളോട് ആ പാതിരാത്രിയിൽ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയോ? ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഈ ദിക്ർ പറയണേ മോളെ, ഈ ദിക്ർ പറയണേ മോളെ. ഇതാണ് നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രയോജനമുള്ള ഒരു നന്മയെന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഞാൻ എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകൾ 29ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്. അതാ ഫാത്തിമ എന്ന് പറയുന്ന നബി തങ്ങളുടെ പൊന്നാര മകള് മരിക്കുന്ന ദിവസവും പറഞ്ഞു, പെങ്ങള് മരിക്കുന്ന ദിവസവും ഫാത്തിമ ബീബി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നബി തങ്ങൾ പറഞ്ഞ ഈ നന്മ മുടക്കിയിട്ടില്ല. അലിയാർ തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമഅതുഹാ മിൻ റസൂലില്ലാഹ്. അലിയാർ തങ്ങൾ മുടക്കിയിട്ടില്ല, അലിയാർ
തങ്ങൾ പറയുകയാ, ഞാനും ഇന്ന് വരെ മുടക്കിയിട്ടില്ല, മരിക്കുന്നത് വരെ മുടക്കാറുമില്ല. പടച്ചവനെ, നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു നന്മയാണോ? അതുകൊണ്ട് വാഴ്ച കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഇത് നിസ്സാരമായി കാണരുത്. ഉസ്താദേ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതാണോ വാഴ്ച പറയുന്നത്? ഇത് പറയാനാണോ അരമണിക്കൂർ എടുത്തത്? എടോ, നമുക്കിതൊക്കെ ചെറുതായി പോയടോ. എന്നാൽ ഇതിന്റെ പ്രതിഫലം നമുക്കറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനത്തിലെ പാവപ്പെട്ട മുഹാജിറുകൾ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പ്രതിഫലം മുഴുവനും പണക്കാര് കൊണ്ടുപോവുകയാണ്, സമ്പന്നന്മാര് സ്വർഗം കൊണ്ടുപോയി നബിയേ, പ്രതിഫലം മുഴുവനും അവര് കൊണ്ടുപോയി നബിയേ. അവര് വർഷാവർഷം ഹജ്ജ് ചെയ്യുന്നു, തോന്നുമ്പോ ഉംറയ്ക്ക് പോകുന്നു, അവര് സക്കാത്ത് കൊടുക്കുന്നു, അവര് സദഖ കൊടുക്കുന്നു, അവരെല്ലാം നന്മകളും ചെയ്യുന്നു. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല നബിയേ. ഏത് കാലത്ത് ഹജ്ജിന് പോകാനാ, ഏത് കാലത്ത് ഉംറയ്ക്ക് പോകാനാ? ഞങ്ങളുടെ കയ്യിലിട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ വേറെ ഒരു ജോഡിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബ് സുഫിൽപ്പെട്ട സഹാബികൾ നബി തങ്ങളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? സഹാബ, ഹജ്ജ് ചെയ്ത കൂലി വേണോ? ഹജ്ജ് ചെയ്ത കൂലി വേണോ? പെങ്ങള്, ഹജ്ജ് ചെയ്ത കൂലി നിനക്ക് വേണോ മോളെ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യർ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിലിരുന്ന് കൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, നിസ്കാരപ്പായിലിരുന്നിട്ട് ഒരു മനുഷ്യനീ ദിക്ർ പറഞ്ഞ അവന് ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ